നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു. ഏതാണ്ട് നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെയൊക്കെയുള്ളൊരു ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത് തിരുവനന്തപുരത്താണ്. വളരെ അങ്ങേയറ്റം വിചിത്രമെന്ന് തോന്നാവുന്ന എന്നാൽ കൃത്യമായ അടിയൊഴുക്കുകളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ഒരു തിരുവനന്തപുരം നഗരസഭയിലേക്ക് ഒരു ജനവിധി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ BJP ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. 100-ൽ 50 സീറ്റുകൾ BJPക്കുണ്ട്. ഒരു വാർഡിൽ ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. CPMന് ഏതാണ്ട് 29 വാർഡുകൾ ജയിക്കാനേ പറ്റിയുള്ളൂ. കോൺഗ്രസ് 10-ൽ നിന്ന് 19 വാർഡുകളിലേക്ക് എത്തി. 2 സ്വതന്ത്രന്മാരും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു വശത്ത് BJP ഒറ്റയ്ക്ക് 50-ഉം അപ്പുറത്ത് ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു 50. അതിൽ ഒരു സ്വതന്ത്രൻ CPM റിബലാണ്, ഒരു സ്വതന്ത്രൻ UDF റിബലാണ്. ഇരിക്കട്ടെ, ഈ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം നഗരസഭാ ഭരണം ആർക്ക് കിട്ടും, ആരാകും തിരുവനന്തപുരത്തെ മേയർ? പല സാധ്യതകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങയുടെ ദൃഷ്ടിയിൽ അങ്ങേ ഈ വിഷയത്തെ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരായിരിക്കും മേയർ എന്നുള്ളതിന് മുമ്പ് എനിക്ക് ഒരു പൗരൻ എന്ന നിലയിൽ പറയാനുള്ള ഒരു റിക്വസ്റ്റ്. തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. തലസ്ഥാന നഗരി അർഹിക്കുന്ന ഒരു മേയറെ വേണം BJP കൊടുക്കാൻ. അർഹിക്കുന്ന ഒരു മേയറെ. അനർഹരായ മേയർമാർ ഇവിടെ വന്ന് പോയത് നമുക്കറിയാം, പേരൊന്നും ഞാൻ പറയുന്നില്ല. അർഹിക്കുന്ന ഒരു മേയറെ നമുക്ക് കൊടുക്കും. ഇപ്പോൾ ഉദാഹരണം, ഇനിയിപ്പം ഈ വിഷയത്തിലേക്ക് വരാം. പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ട്രിവാൻഡ്രം സിറ്റി കോർപ്പറേഷൻ്റെ മേയർ, ഇപ്പോൾ സിറ്റി കോർപ്പറേഷൻ സംവരണമില്ല, പുരുഷന്മാർക്ക് വേണമെങ്കിലും ആകാം. മറ്റു ചിലയിടത്ത് സംവരണമുണ്ട്, ഇവിടെ സംവരണം ഇല്ല. പക്ഷെ എന്നോട് പേര് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും പറയും ശ്രീമതി ശ്രീലേഖയാണ് അതിന് അനുയോജ്യമായ ഒരാളെന്ന്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു നിശബ്ദമായ പ്രചരണം ഉണ്ടായിരുന്നു. മിനിമം ശാസ്ത്രമംഗലത്തെങ്കിലും എൻ്റെ ഒരുപാട് ബന്ധുക്കൾ ട്രിവാൻഡ്രത്തുണ്ട്. അവരൊക്കെ പറഞ്ഞു ശ്രീലേഖയാണ് ശാസ്ത്രമംഗലത്ത് നിൽക്കുന്നത്, ജയിച്ചാൽ സിറ്റിയുടെ മേയറാണ്. ശ്രീലേഖയ്ക്കുള്ള യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ അവർ പഠിച്ച് പാസ്സായി പോലീസ് സേനയിൽ കയറി DGP വരെ ആയ ഒരാളാണ്. അതെ, അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു ഓഫീസറാണ്. ഒരു അലിഗേഷൻ അവരുടെ പേരിലുണ്ടായിട്ടില്ലല്ലോ. ഇല്ല, വളരെ പ്രൊഫഷണലായിട്ട് തൻ്റെ ജോലി പൂർത്തിയാക്കിയ ആളാണ്. ഇപ്പം ജയറാം പടിക്കലിനെ പോലോ അതല്ലെങ്കിൽ മധുസൂദനെ പോലൊന്നും പ്രശ്നങ്ങളില്ലല്ലോ. ഞാൻ പറഞ്ഞത് അവരാരും മോശം ഓഫീസർമാർ അല്ല. അഴിമതി ആരോപണങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ലോക്കപ്പ് മർദ്ദനം അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളോ ഒന്നും അവരുടെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടില്ല. അന്വേഷിച്ച കേസുകളെക്കുറിച്ചും അത്തരത്തിലുള്ള എന്താ പറയുക, ഒരു ഡബിൾ സ്റ്റാൻഡ് എടുത്തു അങ്ങനെയൊക്കെയുള്ളൊരു ആക്ഷേപങ്ങളൊന്നും അവർക്ക് നേരെ ഉയർന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ട്രിവാൻഡ്രം ഇപ്പോൾ അറിയുന്ന, എനിക്ക് മറ്റാളുകളെ ആരും നേരിട്ട് അറിയത്തില്ല, ട്രിവാൻഡ്രം അർഹിക്കുന്നൊരു മേയർ ഈ 50 പേരിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ശ്രീലേഖ തന്നെയാണ്. പക്ഷേ വനിതാ സംവരണം ഇല്ല എന്നുള്ള ഒറ്റ കാരണത്താൽ അവരെ മാറ്റി നിർത്തുന്നത് BJP കാണിക്കുന്ന മണ്ടത്തരമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അത് പറയാനുള്ള കാരണവും കൂടെ. ഇപ്പോൾ ഏറ്റവും അധികം IPS ഉദ്യോഗസ്ഥന്മാർ അല്ല IAS ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുള്ളൊരു പാർട്ടി BJP-യാണ്. BJP ഇവിടെ ഇപ്പോഴും പച്ച പിടിച്ചിട്ടില്ല. ആ BJP-യിലേക്കാണ് TP സെൻകുമാർ വന്നത്. അദ്ദേഹം BJP-യുടെ സഹയാത്രികനായിട്ടെങ്കിലും മാറി. ഒരു ഉപദേശകൻ എന്ന സ്ഥാനത്തല്ല, ആ സ്ട്രീമിലോട്ട് വന്നല്ലോ. TP സെൻകുമാർ കൊച്ചുപുള്ളിയല്ല. അതെ, ഇന്നും നിയമവിദ്യാർത്ഥികൾ പഠിക്കുന്നത് TP സെൻകുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. അതെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുന്നിൽ മുട്ടിടിച്ചിരിക്കുന്ന IPS-കാരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ബെഹ്റ മോഡൽ അതല്ലല്ലോ. ഞാൻ പറഞ്ഞ ഫൈറ്റ് ചെയ്യുന്നവരോടൊരു ബഹുമാനം എപ്പോഴും ഉണ്ട്. അത് പിണറായി വിജയനെതിരെ ഫൈറ്റ് ചെയ്താലും കരുണാകരനെതിരെ ഫൈറ്റ് ചെയ്താലും ഫൈറ്റ് ചെയ്യുന്നവനെ നമ്മൾ അംഗീകരിക്കും. ഫൈറ്ററാണ്. അതെ, അത് ഫൈറ്ററാണ് TP സെൻകുമാർ. പിന്നെ മറ്റേ നമ്മുടെ ജേക്കബ് തോമസ് ജേക്കബ് തോമസും കഴിവ് തെളിയിച്ച ആളാണ്. അദ്ദേഹം ഒരു പ്രാവശ്യം ഇലക്ഷൻ നിന്നു. അദ്ദേഹം നല്ല ക്ലീൻ റെക്കോർഡുള്ള IPS, ഒരു വിധത്തിലുള്ള അഴിമതിയോ മറ്റാരോപണങ്ങളോ ഒന്നും. അങ്ങനെ ഈ രംഗത്ത് നിൽക്കുന്ന ആളുകളൊക്കെ അദ്ദേഹത്തിനെതിരെ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ആർക്കെല്ലാം എതിരെ കേസുണ്ട്, അത് നല്ല പ്രശ്നം. അപ്പം ഇത്തരം ആളുകൾ എന്തുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് പോയില്ല? ഇടതുപക്ഷത്ത് പോയാൽ അവർക്ക് ഇതൊക്കെ കിട്ടുമല്ലോ. ഇടതുപക്ഷത്ത് പോയി അത് വാങ്ങിച്ച ഉദ്യോഗസ്ഥന്മാരുണ്ട്. സാർ, അവിടെ ഒരു ചോദ്യമുണ്ട്. പണ്ട് ഇടതുപക്ഷത്ത് അങ്ങനെ പോയ ഒരാളുണ്ട്. ആ ആൾ ഇന്ന് BJP-യിലാണ്. അൽഫോൺസ് കണ്ണന്താനം. അദ്ദേഹം ഇവിടെ കളക്ടറൊക്കെ ആയിരുന്ന ആളാണ്. വളരെ ഉയർന്ന IAS-ൽ ഏറ്റവും ഉയർന്ന പദവികളിലൊക്കെ എത്തി അദ്ദേഹം. പിന്നീട് അദ്ദേഹം ആദ്യം ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് നിന്ന് നിയമസഭയിലേക്ക് എത്തുകയും MLA ആയിട്ട് ജയിച്ചു വരികയും ചെയ്തു 2006-ൽ. പക്ഷേ
2011 കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 2012-13 ആയപ്പോൾ അദ്ദേഹം ആ ഇടത് പാളയം ഉപേക്ഷിച്ച് BJPയിൽ ചേക്കേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം പിന്നെ കേന്ദ്രമന്ത്രി വരെയായി. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അൽഫോൺസ് കണ്ണന്താനം ദന്തഗോപുരവാസിയായ ഒരു IAS കാരനല്ല. ഞാൻ അദ്ദേഹം ഇരുന്ന സമയത്ത് ഞാൻ സാക്ഷരതയുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രാവശ്യം അൽഫോൺസ് കണ്ണന്താനത്തിനെ കണ്ടിട്ടുണ്ട്. ചില IAS ഓഫീസർമാരെ നമ്മൾ കണ്ടു വരുമ്പോൾ ചിലവരുടെ സഹതാപം തോന്നും. ഇയാൾക്ക് എങ്ങനെ IAS കിട്ടിയെന്ന് സംശയിപ്പിക്കുന്ന IAS ഓഫീസർമാർ നമ്മുടെ സംസ്ഥാന സർവീസിലുണ്ട്. വളരെ കറപ്റ്റായിട്ടുള്ള IPS IAS ഓഫീസർമാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഒട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ആളുകളുണ്ട്. ഇത് പിന്നെ ഗോൾഡൻ സ്പൂണുമായിട്ട് ജനിച്ച ആളാണ്. അതുകൊണ്ട് എനിക്കിതൊക്കെ അവകാശപ്പെട്ട ജനങ്ങളിൽ നിന്ന് വളരെ അകന്ന് നിൽക്കുന്നതാണ് വലിയ മിടുക്കെന്ന് കാണിക്കുന്നത്. അൽഫോൺസ് കണ്ണന്താനം അങ്ങനല്ല. അദ്ദേഹം കോട്ടയത്തെ സാക്ഷരതാ പ്രവർത്തനം നടക്കുമ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന ആളാണ്. അൽഫോൺസ് കണ്ണന്താനത്തിനെ ആർക്കും കാണാം, എപ്പോഴും കാണാം, ഒരു പ്രശ്നവുമില്ല. അപ്പം ജനകീയനായ ഒരാൾക്ക് ജനങ്ങളുടെ മനസ്സ് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് അൽഫോൺസ് കണ്ണന്താനം 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് BJP ചേർന്നു. അതെ, അതിന് മുമ്പാണ് BJP ചേർന്ന്. അപ്പോൾ CPM ഇരുന്ന് വേണമെങ്കിലും മന്ത്രിയാകാമായിരുന്നു. അത് വേണ്ടെന്ന് വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞത്, ഇത്തരം ആളുകൾ ഔദ്യോഗിക രംഗത്ത് കഴിവ് തെളിയിച്ച ആളുകൾ BJPയെ പ്രത്യാശയോടെ കാണുമ്പോൾ ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരൻ്റെ വേറെ ജോലിയൊന്നുമില്ല, രാഷ്ട്രീയമാണ്. ഓക്കെ, അതിനോടൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. കാരണം പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരൻ്റെ ഒരു പരിമിതി എന്താണെന്ന് ചോദിച്ചാൽ അയാൾക്ക് ജനങ്ങളാണ് അയാളെ തീറ്റിപ്പോറ്റുന്നത്. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന ആളാണ്. 20 കൊല്ലം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്ന ആളാണ്. CPM പ്രവർത്തിച്ച ആളാണ്. പക്ഷേ ഞാൻ കോളേജ് ജോലി ചെയ്തുകൊണ്ടാണ് CPM പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പാർട്ടി എന്നെ തീറ്റിപ്പോറ്റുകയല്ല, മറിച്ച് ഞാൻ പാർട്ടിയുടെ പ്രവർത്തകനാണ്. എനിക്കൊരു അഭിമാനത്തോടെ നിന്ന് വർക്ക് ചെയ്യാം. നിൻ്റെ പേര് നടപടിയെടുക്കും, കിടുപിടിയെടുക്കും എന്നാണ് പോയി ജോലി നോക്കാൻ പറയാം. കാരണം എനിക്ക് ജോലി ഉള്ളതുകൊണ്ട്. ജോലി ഇല്ലെങ്കിൽ പാർട്ടി ശമ്പളം തരുന്ന ഒരു പദവിയിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ പാർട്ടി ബാധ്യസ്ഥനല്ലേ, അത് സ്വാഭാവിക കാര്യം. അപ്പോൾ പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരുടെ ഒരു പരിമിതി എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനോ സ്വതന്ത്രമായി തീരുമാനമെടുക്കാനോ പരിമിതികളുണ്ട്. ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിച്ചാൽ ധാരാളം ആളുകൾ BJPയിലേക്ക് വരും. അപ്പോൾ ശ്രീലേഖയാണ് മേയറെങ്കിൽ അതൊരു പോസിറ്റീവ് മെസ്സേജാണ് സമൂഹത്തിനോട്. ഇനിയും ശ്രീലേഖ മേയറായി വന്നു, അവരെങ്ങനെ ഭരിക്കും എന്ന് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല. ഇപ്പോൾ ഒരു പ്രൊഫഷണലായിട്ടിരിക്കുന്ന ഒരാളിനെ കൊണ്ടുവന്നു, അദ്ദേഹം എങ്ങനെ ഭരിക്കും? ഇപ്പോൾ BJP തന്നെ കഴിവുള്ള ഒരുപാട് പേര് ജയിച്ചു വന്നിട്ടുണ്ട്. അവരെങ്ങനെ ഭരിക്കും എന്നുള്ളതും നമുക്കറിയില്ല. സാർ, ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഡെപ്യൂട്ടി മേയർ വനിതാ സംവരണമാണ്. അതുമാത്രമല്ല, ഈ ഡെപ്യൂട്ടി മേയറുടെ അധികാര പരിധി വളരെ വലുതാണ്. പ്രത്യേകിച്ചും ധനവകുപ്പ് ഇരിക്കുന്നത് അവരുടെ കയ്യിലാണ്. നഗരസഭയുടെ ധനകാര്യം കൈകാര്യം ചെയ്യേണ്ടത് ഡെപ്യൂട്ടി മേയറാണ്. മാത്രമല്ല, സ്റ്റാൻഡിംഗ് കൗൺസിലുകളിലെല്ലാം ഡെപ്യൂട്ടി മേയർ ഒരു വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ശ്രീലേഖ മിക്കവാറും, കാരണം കഴിവുകൾ ഉള്ള ഒരാളെന്നുള്ള നിലയ്ക്കും അങ്ങ് പറഞ്ഞതുപോലെ വളരെ പ്രൊഫഷണലായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള ആളെന്നുള്ള നിലയ്ക്കും ശ്രീലേഖ ഡെപ്യൂട്ടി മേയറായി വരുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്? എങ്കിൽ കുറെ കൂടെ അവർക്ക് തിളങ്ങാൻ കഴിയില്ലേ? അങ്ങനെ ഒരു ചോദ്യവും ഉയരുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, മേയറും ഡെപ്യൂട്ടി മേയറും നല്ല കഴിവുള്ള 2 സ്ത്രീകളായ വല്ല കുഴപ്പമുണ്ടാവും? കുഴപ്പമൊന്നുമില്ല. നേരത്തെ പുരുഷന്മാരൊക്കെ ഇരുന്നിട്ടില്ല. ഇപ്പോഴല്ലേ സ്ത്രീകൾക്ക് സംവരണം? അതെ. ഇപ്പൊ സംവരണം വന്നതുകൊണ്ട് മാത്രമാണ് സ്ത്രീകൾ കടന്നു വന്നത്. ഇപ്പൊ തന്നെ മലപ്പുറം പോലെ വളരെ യാഥാസ്ഥിതിക ചിന്താഗതിയുള്ള ആളുകളുടെ ഇടയിൽ പോലും സ്ത്രീകൾ കടന്നു വരികയാണ് പൊതുരംഗത്ത്. വലിയൊരു പോസിറ്റീവ് മാറ്റമാണ്. അപ്പോൾ ഒരു തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷനിലെ മേയറും അതുപോലെ ഡെപ്യൂട്ടി മേയറും സ്ത്രീകളാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഇല്ല, കഴിവ് തെളിയിച്ച 2 പേര് ഇരിക്കട്ടെ നീ. അപ്പോൾ ഇനിയും നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ വേണമെങ്കിൽ ശ്രീലേഖയെ മത്സരിപ്പിച്ചിട്ട് അത് ഒഴിയുമ്പോഴേ കഴിവുള്ള ഒരാളിനെ അവർക്ക് വയ്ക്കാം. ആരായാലും ശരി, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഈ സിറ്റി നല്ലൊരു മേയറെ അർഹിക്കുന്നുണ്ട്. ട്രിവാൻഡ്രം സിറ്റി പലതുകൊണ്ടും പ്രത്യേകതയുള്ള സിറ്റിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ക്ലീൻ സിറ്റി ആയിരുന്നു ഒരു കാലത്ത് ട്രിവാൻഡ്രം. ഇവർ ഭരിച്ച് ഇത്രയും വൃത്തികെട്ടൊരു സിറ്റി ഇന്ന് ഇന്ത്യയിലില്ല. അത് മാറി ഇടതുപക്ഷം ആണല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ആ റെസ്പോൺസിബിലിറ്റി ഇന്ന് മാറാൻ നിൽക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷം ഇത്രയും കാലം ഭരിച്ചുകൊണ്ടാണല്ലോ 50 സീറ്റ് അവർക്ക് കിട്ടിയത്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം, BJP ചെയ്യേണ്ടത് ഈ പട്ടണം അർഹിക്കുന്ന ഒരു മേയറെ കൊടുക്കണം. അതാരായാലും ശരി. എനിക്ക് ആരുടെയും പേര് എനിക്കറിയില്ല, അങ്ങനെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. അതാണ് എൻ്റെ ഒരു കാര്യം. സാറേ, ഒരു കാര്യം കൂടി. ഈ നമ്മളിതൊക്കെ പറഞ്ഞു, അങ്ങ് മേയറുടെ ആ പദവിയിൽ വരേണ്ട ആളിൻ്റെ യോഗ്യതയെക്കുറിച്ചുമൊക്കെ സൂചിപ്പിച്ചു. ഇവിടെ ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനം. അപ്പോൾ ഇവിടെ ഈ BJPയുടെ ഈ മേയർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അതിനുള്ള ഫണ്ട് സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ കഴിയുമോ? സംസ്ഥാനത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നഗര ശുചിത്വം, നഗര വികസനം,
നഗരത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഇതൊക്കെ സാധ്യമാണോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ഞാൻ ഒരു മറുപടി ചോദിച്ചോട്ടെ. ഇപ്പം 2020 കിഴക്കമ്പലം പഞ്ചായത്ത്, അവരെ 4 പഞ്ചായത്ത് ഭരിച്ചു. കിഴക്കമ്പലം ഞാൻ എടുക്കുന്നു. അവർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഫണ്ടിൻ്റെ ഭാഗമായിട്ട് അവരുടെ പണം അവർ ഉപയോഗിച്ചിട്ടുണ്ട്. എഗ്രീഡ്, അത് നടന്നിട്ടുണ്ട്. പക്ഷേ ആ പഞ്ചായത്തിൽ വികസനത്തിനായിട്ട് കൊടുത്ത പണം ഉപയോഗിച്ച് പരമാവധി ഭംഗിയായ വികസനം അവരവിടെ നടത്തിയിട്ടുണ്ട്. നമ്പർ 1. നമ്പർ 2, ട്രിവാൻഡ്രം കോർപ്പറേഷൻ മാത്രമായിട്ട് ആര് ഭരിച്ചാലും ഫണ്ട് കൊടുക്കാതിരിക്കാൻ ഒക്കില്ല. പ്രത്യേകിച്ച് കേന്ദ്രം BJP ഭരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ട്രിവാൻഡ്രത്തിന് ഫണ്ടുണ്ട്. അതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യം മനസ്സിലാക്കുക, ഫണ്ടിൻ്റെ അഭാവമല്ല പ്രശ്നം, ഫണ്ടിലെ അഴിമതിയാണ് പ്രശ്നം. ഞാൻ ഒരു ചെറിയ കാര്യം പറയാം. ഞാൻ ആ MLA പേര് പറയുന്നില്ല. മഹാനായ ഒരു MLA ഒരു ബസ് ഷെൽട്ടർ ഞാൻ കണ്ടു. 6 ലക്ഷം രൂപ. ഞാൻ അന്തം വിട്ടുപോയി. 6 ലക്ഷം രൂപ ചുമ്മാ ഒട്ടിച്ചു വെച്ചാൽ ഇതിനെക്കാട്ടി നല്ലൊരു ഷെഡ് ഉണ്ടാക്കാൻ പറ്റും. ഇയാൾക്ക് എങ്ങനെയാണ് ഈ ജനത്തിൻ്റെ പണം കൊള്ളയടിച്ച് ഈയുടെ പേര് ഇവിടെ എഴുതിയെടുക്കാൻ പറ്റുന്നത്? ഇത്ര MLA-മാരാണ്. ഞാൻ പറയട്ടെ, MLA-മാർക്ക് ഫണ്ടുണ്ടല്ലോ. ഈ ഫണ്ടിൻ്റെ 20% കമ്മീഷനാണ്. അറിയാമോ? 20% കമ്മീഷൻ. ഒരു കേട്ടിട്ടുണ്ട്. ആണ്, എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആണ്. അവർക്ക് ഹൈമാസ് ലൈറ്റ് വെക്കുന്നതിന് ഇത്ര % കമ്മീഷൻ, ബസ് ഷെൽട്ടർ കെട്ടുന്ന ഏജൻസിക്ക് ഇത്ര കമ്മീഷൻ. ഞാൻ ഇതിന് കമ്മീഷൻ വാങ്ങിച്ചിട്ടുള്ള MLA-മാരുടെയും ഒക്കെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അല്ല, നമ്മുടെ MLA-മാരും പരിശുദ്ധന്മാരായിട്ടൊന്നും വിചാരിക്കുന്നത്. അധികാരം വികേന്ദ്രീകരിക്കപ്പെട്ടപ്പോൾ അഴിമതിയും വികേന്ദ്രീകരിക്കപ്പെട്ടു. അതാണ് പല പഞ്ചായത്തുകളിലും നിറഞ്ഞ അഴിമതി. പല കോർപ്പറേഷൻ മേയർമാരും ഡെപ്യൂട്ടി മേയർമാരും അതുപോലെ തന്നെ കൗൺസിലർമാരും കടുത്ത അഴിമതിക്കാറുണ്ട്. അതൊരു ഫാക്റ്റാണ്. അല്ല, അതുകൊണ്ട് തന്നെയല്ലേ സാർ ഇപ്പോൾ ഇങ്ങനൊരു കനത്ത തിരിച്ചടി കിട്ടിയത്? പക്ഷേ അത് മനസ്സിലാക്കേണ്ടത്, ഈ തിരിച്ചടി ഇവർക്കും ആപ്ലിക്കബിൾ ആണ്. ആർക്ക്? BJPക്കും ആപ്ലിക്കബിൾ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. പാലക്കാട് നഗരസഭ. പാലക്കാട് നഗരസഭ എത്രയോ കാലമായിട്ട് BJPയുടെ കയ്യിലിരിക്കുന്ന ഒരു നഗരസഭയാണ്. ആ നഗരസഭയിൽ ഇപ്പോൾ 3 പേരുടെ കുറവാണ് വന്നത്. ആരുടെ കുഴപ്പം? BJPയുടെ തന്നെ. ആരാണ്? അവിടെ കൃഷ്ണകുമാർ എന്നൊരു നേതാവല്ലേ, അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചില്ലേ? എന്തായിരുന്നു അദ്ദേഹത്തിനുള്ള ജനങ്ങളുടെ റെസ്പോൺസ്? BJPയിൽ അദ്ദേഹത്തിന് ഇഷ്ടക്കാർ കാണും. BJPയിലെ ഇഷ്ടക്കാർ കൊണ്ടുള്ള കാര്യം എന്താ? ഞാൻ വോട്ട് ചെയ്യണമെങ്കിൽ BJPയിലെ ദിവനെ നോക്കിയല്ല ഞാൻ വോട്ട് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയെ ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അവിടെ ഒരു ദിവൻ ഇരിപ്പുണ്ട്, അയാളുടെ ഇഷ്ടക്കാരനെ നോക്കിയാൽ എനിക്ക് ഗുണമുണ്ടാകും, നാടിന് എൻ്റെ നാടിന്, എനിക്കല്ല, എൻ്റെ നാടിന് ഗുണമുണ്ടാണ്. ഞാൻ അത്രയും നോക്കാറുള്ളൂ. എൻ്റെ നാടിന് ഇയാളെ കൊണ്ട് ഗുണമുണ്ടാണ്. ഇയാൾ എൻ്റെ നാടിൻ്റെ ഒരു ലേബിലിറ്റിയാണ്. കറപ്റ്റ് ആണെങ്കിൽ അപ്പൊ പാലക്കാട് 3 പേര് കുറഞ്ഞു വന്നതിന്റെ റെസ്പോൺസിബിലിറ്റി കൃഷ്ണകുമാർ ഒഴിഞ്ഞേക്കാൻ പറ്റില്ലെന്നാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ നിയമസഭയിൽ നിർത്തിയപ്പോൾ തന്നെ കൃഷ്ണകുമാറിന്റെ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഒട്ടേറെ വിവാദങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായി. ഇനി രണ്ടാമത്തെ ഉദാഹരണക്ക് നേരിട്ട് അറിയാവുന്ന കാര്യം പറയാം. ഞാൻ പത്തനംതിട്ട ജില്ലക്കാരനാണ്. പത്തനംതിട്ട പന്തളം മുനിസിപ്പാലിറ്റിയും കുളനട പഞ്ചായത്തും. പന്തളം മുനിസിപ്പാലിറ്റി BJP ഭരിക്കുന്നു, കുളനട പഞ്ചായത്തും BJP ഭരിക്കുന്നു. അശോകൻ കുളനട എന്ന് പറയുന്ന അവിടുത്തെ നേതാവാണ്. ഞാൻ അശോകൻ എന്നുള്ളവിടെ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞത് ഒട്ടും ജനങ്ങൾക്ക് അപ്രോച്ചബിൾ അല്ല, ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല എന്നൊക്കെ ആളുകൾ പരാതി പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഫോൺ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഫോൺ വിളിച്ചിട്ട് ഞാൻ ഫോൺ വിളിക്കേണ്ട കാര്യം എനിക്കില്ല. കാര്യമുള്ളവർ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നാണ് അവരുടെ പരാതി. അതെന്തുമായിട്ട് പോയിക്കോട്ടെ. അശോകൻ കുളനടയും അവിടെ തോറ്റു. 8 നിലയിൽ പഞ്ചായത്ത് പന്തളം മുനിസിപ്പാലിറ്റി തോറ്റു. 16 നിലയിൽ കുളനട പഞ്ചായത്ത് തോറ്റു. ആരുടെ കുഴപ്പം? ജനം വോട്ട് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ജനങ്ങളുടെ പരാതിയിൽ കഴമ്പുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ജനം വെറുക്കുന്നവനെ പാർട്ടി നേതാവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് തലയിലോട്ട് അടിച്ചേൽപ്പിച്ചാൽ ജനം തിരിച്ചവനെ വീട്ടിലോട്ട് അങ്ങയക്കും. ഇപ്പോൾ ഫോൺ എടുക്കാൻ സൗകര്യം ഇല്ലാത്തവന് ഇനിയും ഫോൺ എടുക്കാമല്ലോ. ആരും വിളിക്കത്തില്ലല്ലോ. വിളിക്കുമ്പോഴേക്കും ഫോൺ എടുക്കാൻ. ആരും വിളിക്കാനില്ലെങ്കിൽ പിന്നെ ഫോണിൻ്റെ കാര്യമില്ലല്ലോ. ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. ഈ തിരുവനന്തപുരത്തെ BJP ഓഫീസിലിരിക്കുന്ന ഒരു ദിവ്യൻ, അയാളും ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല. അയാളെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം, അത് വിശദമായിട്ട് പറയാം. അങ്ങനെ നൂരയിൽ എവിടെയെങ്കിലും കെട്ടിയിറക്കിയവനൊക്കെ ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യുമ്പോൾ കേരളത്തിലൊരു സോഷ്യൽ മീഡിയ ശക്തമാണ് എന്ന് മനസ്സിലാക്കും. പണ്ടായിരുന്നെങ്കിൽ പത്രമാധ്യമങ്ങളുള്ളൂ. ഏത് പത്രക്കാരനെ ആരാ നോക്കുന്നത്? പിന്നെ മാതൃഭൂമി പത്രം N പ്രശാന്തിനെതിരായിട്ട് എഴുതിയില്ലേ? എഡിറ്റോറിയൽ എഴുതിയില്ലേ? എന്ത് കാര്യമാണ്? അവർ ജയത്തിലെങ്ങനെ സപ്പോർട്ട് ചെയ്തില്ലേ? മാതൃഭൂമി വായിച്ചപ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നിയത്. ഈ വീരേന്ദ്രകുമാറിനോടെയും എൻ്റെ മകന് ശ്രേയാംസിനോടെയും പക്ഷം അവരെന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി ആ ഒരു പത്രത്തിൻ്റെ എഡിറ്റോറിയലാണെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പ്രശാന്തിൻ്റെ സ്റ്റാൻഡിനെയാണ് ഞാൻ അംഗീകരിക്കുന്നത്. അതെ, നിലപാടുകളെ. B. അശോക് നിലപാടുകളുള്ള IAS ഓഫീസർ. ഞാൻ B. അശോകിനെ ബഹുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും കാര്യം നേടാനല്ല, അദ്ദേഹത്തിൻ്റെ നിലപാടുകളെയാണ് അംഗീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ IASകാരിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടുകാലിൽ ഇഴയുന്ന ജന്മങ്ങളുണ്ട്. ഇരിക്കാൻ പറഞ്ഞാൽ തൽക്കാലം ഞാനിവിടെ നിന്ന് സംസാരിച്ചോളാം എന്ന് പറയുന്ന ആളുകളിൽ ചുരുക്കം ആളുകളിൽ ചിലരാണ് B. അശോകും അതുപോലെ തന്നെ N. പ്രശാന്തും. അപ്പോൾ അവിടെ തന്നെ സത്യസന്ധനും നിർഭയമായി തീരുമാനമെടുക്കുന്നതുമായ ഒരാൾക്കെതിരെ കേരളത്തിലെ
ദേശീയ പാരമ്പര്യം എന്ന് പറയുന്ന ഒരു പത്രം തരം താണ എഡിറ്റോറിയൽ എഴുതി എന്ന് പറഞ്ഞാൽ പത്രമാണ് അധപ്പതിച്ചത്. വായനക്കാരൻ നിലയിൽ എൻ്റെ അധപ്പതനമല്ല, എനിക്ക് ആ പത്രത്തിലൂടെ പത്രാധിപരുടെ അധപ്പതനം കാണിച്ച എഡിറ്റോറിയലാണ്. ഞാൻ പറഞ്ഞു വന്നെന്തറിയും, നല്ല ആളുകൾ, ഇത്തരം നല്ല ആളുകൾ, ഇവരെയൊക്കെ ഇപ്പോൾ ബി അശോകായാലും ശരി, അതുപോലെ തന്നെ പ്രശാന്ത് ആയാലും ശരി, ഇവരൊക്കെ ഒരുപക്ഷെ റിട്ടയർ ചെയ്യുന്നതിനും ശേഷമോ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് വന്നുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ചില ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് നമ്മുടെ രാഷ്ട്രീയത്തിൽ വരും. അവർ ഫയൽ നോക്കിയല്ലോ, ഫയൽ നോക്കുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ, ഫയൽ നോക്കുന്ന എന്താണ് പുതുതായിട്ട് കണ്ട വൈകുന്നേരത്ത് പ്രസംഗിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ, ഫയൽ നോക്കുന്ന തന്നെയാണ് അഡ്മിനിസ്ട്രേഷൻ. പക്ഷേ നല്ല ഒന്നാന്തരം ആളുകൾ പിന്നെ ഈ ജനങ്ങളിൽ നിന്ന് വന്നിട്ടില്ലേ, കെ കരുണാകരൻ, കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി കെ കരുണാകരനല്ല, അത് ഇനി എന്തെല്ലാം പറഞ്ഞാലും കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി കെ കരുണാകരൻ തന്നെയായിരുന്നു. കേരളം കണ്ട വളരെ മോശമായ മുഖ്യമന്ത്രിയിൽ ഒരാളായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട്. സി അച്യുതമേനോൻ നല്ല മുഖ്യമന്ത്രി, പേര് കേട്ട അല്ലായിരുന്നു. അപ്പം നയനാർ പിന്നെ ഇതിനൊക്കെ അതീതനാണ്. നയനാർ ആളുകൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. നയനാർ എന്ത് പറഞ്ഞാലും ആളുകൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ആ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു വന്നത്, അവരൊക്കെ ജനങ്ങളിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ച് വന്ന ആളാണ്. നരേന്ദ്രമോദി IAS കാരനാണ് അല്ല, അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹം ചായക്കടക്കാരൻ്റെ മോനാണ്. ഇന്ന് ലോകമാണ് അംഗീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയക്കാരെ ഞാൻ കുഴപ്പമായിട്ട് പറയുന്നില്ല, നല്ല രാഷ്ട്രീയക്കാർ വരണം, നല്ല രാഷ്ട്രീയക്കാർ, അഴിമതിയില്ലാത്ത രാഷ്ട്രീയക്കാർ, ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയക്കാർ. അങ്ങനെ ഇച്ഛാശക്തി തെളിയിച്ച ഉദ്യോഗസ്ഥന്മാരും ഇത്തരം രംഗത്തേക്ക് വരുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ഈ കുളനട അശോകൻ്റെ കാര്യം പറയാം. വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ ശാസ്താംകോട്ട കോളേജ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ കുത്തകയാണ്. അവിടെ എല്ലാ വേറെ ആരുമില്ല. അവിടെ പോരുവഴി എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത്, പോരുവഴി പഞ്ചായത്ത്. ഈ പോരുവഴി പഞ്ചായത്തിൽ മലനട ഡിവിഷൻ, ഇത് കേൾക്കുമ്പോൾ എനിക്ക് ആ നാടറിയാം. വലിയ ക്ഷേത്രമൊക്കെ മലനട ഭയങ്കര കോട്ടയാണ്, ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. ഈ ശൂരനാട്, ശാസ്താംകോട്ട, പോരുവഴി, മലനടയൊക്കെ ഞാൻ കൊല്ലത്ത് ജോലി ചെയ്തിരുന്നതാണ്, എനിക്കറിയാം. ശൂരനാട് കലാപമൊക്കെ അറിയാം. ആ കലാപത്തിൻ്റെയൊക്കെ അവശേഷങ്ങൾ ഇന്നും മനസ്സിൽ പേറുന്ന ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണ്. ഈ ശാസ്താംകോട്ട ബ്ലോക്കിലേക്ക് ഈ പിന്നെ മലനട ഡിവിഷനിൽ നിന്ന് ജയിച്ചു വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ പേര് നിഖിൽ മനോഹർ എന്നാണ്. അയാൾ ആദ്യം അവിടുത്തെ 8ാം വാർഡിൽ 8ാം ഡിവിഷനിൽ നിന്ന് അയാൾ പിന്നെ പഞ്ചായത്തിൽ നിന്നിട്ട് അയാൾ ജയിച്ചു വന്നു. പോരുവഴി പഞ്ചായത്തിൽ ജയിച്ചു വന്നു പഞ്ചായത്തിലേക്ക്. ഇപ്രാവശ്യം ബ്ലോക്കിലേക്കാണ് നിന്നത്. അപ്പോൾ പഞ്ചായത്ത് മെമ്പർ ബ്ലോക്കിലേക്ക് വരികയാണെന്ന് ആലോചിച്ച് നോക്കണം. ഇദ്ദേഹം അവിടെ തോൽപ്പിച്ചത് അവിടെ വളരെ സ്വാധീനമുള്ള, പ്രാദേശികമായി സ്വാധീനമുള്ള, വളരെ സീനിയറായ ഒരു CPM നേതാവിനെയാണ്, മോഹനൻ പിള്ള. അദ്ദേഹത്തിനെ തോൽപ്പിച്ചിട്ടാണ് ചെറുപ്പക്കാരനായ ഈ നമ്മുടെ നിഖിൽ മനോഹർ വന്നത്. 1100 വോട്ടിനാണ് തോൽപ്പിച്ചത്. ഓർക്കണം, ബ്ലോക്ക്. യെസ്, ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമപഞ്ചായത്തുകൾ ചേരുന്നതാണ് ഒരു ബ്ലോക്ക്. അതേ ബ്ലോക്കിൽ അദ്ദേഹം പിന്നെ 8ാം ഡിവിഷനിലാണ് ജയിച്ചു വന്നത്. അവിടെ തന്നെ ഗ്രാമപഞ്ചായത്ത് ആ പ്രദേശം ഉൾപ്പെടുന്ന വാർഡിൽ നിന്നും അദ്ദേഹം നേരത്തെ പ്രതിനിധീകരിച്ച വാർഡ്, അതായത് പഞ്ചായത്ത് വാർഡിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ രേഷ്മയെ നിർത്തി. രേഷ്മയും ജയിച്ചു. അപ്പം നിഖിൽ മനോഹർ എന്ന് പറയുന്ന ശാസ്താംകോട്ട ബ്ലോക്കിലെ നേതാവും അദ്ദേഹത്തിൻ്റെ ഭാര്യ രേഷ്മയും ഉത്തമമായ ഒരു മാതൃകയാണ്. ഇതാണ് കൃഷ്ണകുമാർ കണ്ടുപിടിക്കേണ്ടത്. പാലക്കാട് വെള്ളിത്തളികയിൽ വെച്ച് കൊടുത്ത ഒരു പ്രദേശത്തെ ഈ ഒരു പരുവത്തിലാക്കിയതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൃഷ്ണകുമാർ ഒഴിഞ്ഞു മാറാൻ പറ്റൂ? വീണ്ടും വീണ്ടും കൃഷ്ണകുമാറിനെ തലയിൽ അടിച്ചേൽപ്പിച്ച ജനം എന്ത് ചെയ്യും? എതിരാളിയെ ജയിപ്പിക്കും. അതുകൊണ്ട് ഈ 3 സീറ്റിൻ്റെ കുറവ് വന്നതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും BJPയുടെ പിന്നെ നമ്മുടെ പാലക്കാട് മണ്ഡലം കമ്മിറ്റിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ അവിടെ ജയിച്ചു വന്നതിൽ എനിക്ക് പാലക്കാട് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതിലൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് അവിടെ ജയിച്ചു വന്നതിലെ ഒരു ശശികുമാർ. അദ്ദേഹം ശശികുമാർ വിക്ടോറിയ കോളേജിൽ പഠിച്ച ആളാണ്. യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിനെക്കുറിച്ച് പറയാൻ കാര്യം 2016 ചിറ്റൂർ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം ജയിച്ചതാണ്. അന്ന് K അച്യുതനും K കൃഷ്ണൻകുട്ടിയും കൂടെ മത്സരിക്കുക. ആ മത്സരത്തിൽ ഈ ശശികുമാർ 12,000 വോട്ട് പിടിച്ചു. ടൈറ്റ് മത്സരമാണെന്ന് വിചാരിച്ചോണം. പണ്ട് AC മൊയ്തീനും പിന്നെ നമ്മുടെ K മുരളീധരൻ മത്സരപ്പിടിച്ചപ്പോൾ ശോഭാ സുരേന്ദ്രൻ 11,000 വോട്ട് പിടിച്ച അന്ന് ആരും തമാശ പറയുന്ന പോലെ റോഡിലിറങ്ങിന്നാൽ നോട്ട് ഒഴുകി വരുമായിരുന്നു. അങ്ങനെയായിരുന്നു അവിടെ നിന്നത്. മുരളീധരനെ ജയിപ്പിക്കാൻ കരുണാകരൻ എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ അന്ന് അവരെ പിന്മാറ്റാൻ ഒരുപാട് ശ്രമവും നടത്തി. പക്ഷെ അതൊക്കെ അതിജീവിച്ച് നിന്ന് 11,000 വോട്ട് കേരളത്തിൽ പിടിക്കുക ഒരു സ്ഥാനാർത്ഥി. അവർക്ക് മുന്നേ നിന്ന് ആളിനാണ്ട് 2,000 വോട്ടാണ് കിട്ടിയത്. അതാണ് കിട്ടിയത്. ഈ ശശികുമാർ 12,000 വോട്ട് പിടിച്ചു. അദ്ദേഹത്തിന് മുന്നേ നിന്ന സ്ഥാനാർത്ഥി 4,000 വോട്ട് പിടിച്ചു. അപ്പോൾ ഒരാളുടെ ഗ്രാഫ് നോക്കേണ്ടത് അയാളുടെ വലിയ കുതിച്ചുചാട്ടമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആറ്റിങ്ങിൽ 2019 ശോഭാ സുരേന്ദ്രൻ നിന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ നിന്നു. അപ്പോൾ 2004
2014 അവിടെ നിന്ന് മത്സരിച്ചത് വേറെ ഒരു സ്ത്രീ, ഗിരിജകുമാരി. പേര് ഓർമ്മ. ഞാൻ ഓർക്കുന്നുണ്ട്. വെള്ളനാട് കൃഷ്ണകുമാർ എന്ന് CPM നിന്ന് മാറി BJP വന്ന ഒരു നേതാവിൻ്റെ ഭാര്യയാണ് ഗിരിജകുമാരി. പക്ഷേ ഗിരിജകുമാരിക്ക് അന്ന് കിട്ടിയത് 92,000. അവിടെ നിന്നാണ് ശോഭാ സുരേന്ദ്രൻ വന്നപ്പോൾ, ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങക്കാരിയാണ്, സോറി ഇവിടെ പിന്നെ പാലക്കാട് തൃശ്ശൂർക്കാരിയാണ്. 2,48,000 ചില്ലുവാന വോട്ട് പിടിച്ചു. ഞാൻ പറഞ്ഞു വന്നതന്നെ. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയുടെ ട്രാക്ക് റെക്കോർഡ് നോക്കുന്നത് ഗ്രാഫ് ഉയർത്തിക്കൊണ്ട് പോകുന്നതിനാണ് പാർട്ടിക്ക് വേണ്ടത്. അല്ലാതെ പാർട്ടി നേതാക്കന്മാരെ സ്വാധീനിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് വേണ്ടുന്നത് എത്തിച്ചു കൊടുത്ത് പാർട്ടിയിൽ നിൽക്കുന്ന പാർട്ടി നിന്നോട്ട്, പക്ഷെ ജനത്തിൻ്റെ മേളിലോട്ട് തരരുത്. ജനത്തിൻ്റെ മേളിലോട്ട് തന്നാൽ അവർ തിരസ്കരിക്കും, അവരെ തിരിച്ച് വീട്ടിലോട്ട് പറഞ്ഞേക്കും, വേറെ കുഴപ്പം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. സാർ, അപ്പോൾ അങ്ങയുടെ അഭിപ്രായത്തിൽ തിരുവനന്തപുരം മേയറെ BJP വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് വളരെ ജാഗ്രത പുലർത്തി വേണം നിശ്ചയിക്കേണ്ടത്. അത് ഈ പറഞ്ഞതുപോലെ കഴിവുകളുള്ള ജനങ്ങൾ സ്വീകരിച്ച ഒരു ആളിനെ വേണം ഒരു ഈ പദവിയിലേക്ക് നിയോഗിക്കാൻ എന്നുള്ളതാണ് അങ്ങയുടെ അഭിപ്രായം. തീർച്ചയായും ഞാൻ പറഞ്ഞത് ഇരുന്ന് ഒരു ട്രാക്ക് റെക്കോർഡുള്ള ആൾ. ട്രിവാൻഡ്രം വളരെ സെൻസിറ്റീവ്, വളരെ സെൻസിറ്റീവ് മനസ്സിലാക്കണത്. ഇത് കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന് തന്നെ പറയാം. അപ്പോൾ എത്ര പ്രതീക്ഷയോടാണ് തിരുവനന്തപുരത്തെ ആളുകൾ 50 സീറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വന്നപ്പോൾ ഇനി നാളെ അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷന് BJPക്ക് പറയാനുള്ളത്, നിങ്ങൾ ട്രിവാൻഡ്രം സിറ്റി നോക്ക്, ഞങ്ങൾ 50 സീറ്റുമായിട്ടാണ് വന്നത്, പരാപരം സീറ്റേ ഉള്ളൂ. ട്രിവാൻഡ്രം മോഡൽ. ഈ ട്രിവാൻഡ്രം മോഡൽ നിങ്ങൾക്ക് ഞങ്ങൾ സമ്മാനിക്കുകയാണ്, ഞങ്ങളുടെ സമ്മാനമാണ് ട്രിവാൻഡ്രം മോഡൽ. അത് പറയണമെങ്കിൽ അഴിമതിയില്ല, ഞാൻ അടിവരയിട്ട് പറയുകയാണ്, അഴിമതിയില്ലാത്തവൻ, അഴിമതിയുള്ള ഏത് നേതാവാണെന്നുള്ള കാര്യം കൃത്യമായി ജനങ്ങൾക്കറിയാം. കൃത്യമായിട്ട് ചില 10 കൊല്ലം മുമ്പ് ഒരു ചെറിയ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന, വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നവൻ 5 കൊല്ലം ഏതെങ്കിലും പഞ്ചായത്തിലോ ബ്ലോക്കിലോ അല്ലെ എവിടെയെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താം, അല്ലെങ്കിൽ ഒരു അധികാരവും ഇല്ലാത്തവൻ പോലും ഇന്ന് മണിമാളിക പണിയുമ്പോൾ അവൻ്റെ പണം എവിടെ നിന്നാണെന്നേ. രാഷ്ട്രീയ പാർട്ടികളെല്ലാം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ജനം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ നിസ്വനായിരുന്ന ഒരുത്തന് വന്നു കഴിഞ്ഞപ്പോൾ കോടീശ്വരനായെങ്കിൽ അത് അവിഹിതമായ മാർഗത്തിലൂടെ നേടിയ പണം കൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കാണുന്നത് കൊണ്ട് BJPയുടെ നാളത്തെ നിലനിൽപ്പ് തിരുവനന്തപുരം സിറ്റി മേയർ ആരാണ് എന്ന് പാർട്ടി നേതൃത്വം എടുക്കുന്ന തീരുമാനത്തിൽ അധിഷ്ഠിതമാണെന്നാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും സാർ, നമുക്ക് ഒരല്പസമയം കൂടി കാത്തിരിക്കാം. വൈകാതെ എനിക്ക് തോന്നുന്നു 2-3 ദിവസങ്ങൾക്കുള്ളിൽ തീരുമാനം ഉണ്ടാകും. 21-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. BJP ഉചിതമായൊരു തീരുമാനം എടുക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. പിന്നെ പ്രത്യേകിച്ചും കേന്ദ്ര നേതൃത്വം കൂടി ഇടപെട്ടിരിക്കുകയാണ് ഈ വിഷയത്തിലേക്ക്. അതുകൊണ്ടൊരു ഉചിതമായ തീരുമാനം വരും. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മേയർ തിരുവനന്തപുരത്തിന് ലഭിക്കും എന്ന് നമുക്ക് കരുതാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.